ശ്ലോകം 5. ഭൂയക്രമാത് അഭിവിശൻ ഭവദംഗ്രിഭൂതം വൃന്ദാവനം. ഏകദേശം വൈകുന്നേരമാകുമ്പോഴേക്ക് അവിടെ എത്തി. ക്രമാദഭിവിശൻ, കുതിരകൾക്ക് വേറെ വഴിക്ക് പോയെങ്കിലും ഒടുവിൽ അവിടെ തന്നെ ലക്ഷ്യത്തിൽ തന്നെ എത്തിയത്. അതാണ് നമുക്കും അതാണ്. മറ്റുള്ള ചിന്തകൾ ഉണ്ടായിരുന്നാലും ഭഗവാനെക്കുറിച്ച് ധ്യാനിച്ചാൽ ആ ചിന്തകളെ എല്ലാം ഭഗവാൻ മാറ്റിത്തരും, ഭഗവത് ചിന്തകളാക്കി മാറ്റിത്തരും. ഭൂയ ക്രമാദഭിവിശൻ, മെല്ലെ മെല്ലെ തെറ്റായ മാർഗത്തിൽ കൂടി പോയെങ്കിലും ഒടുവിൽ അദ്ദേഹം എത്തേണ്ടിടത്ത് തന്നെ എത്തി. വൃന്ദാവനത്തിലേക്കാണ് പോകുന്നത്. ആ വൃന്ദാവനത്തിലെത്തി. അതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. നമ്മുടെ ലക്ഷ്യം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ഈശ്വര സാക്ഷാത്കാരമാണ്, ആത്മസാക്ഷാത്കാരമാണ്. ആ ലക്ഷ്യത്തിൽ ഭഗവന്മയികളായിട്ട് നമ്മൾ പോയാൽ ഭാഗ്യം. പക്ഷെ അപ്പോഴൊക്കെ ഈ വിഷയങ്ങൾ കയറി വരും. എപ്പോൾ വിഷയങ്ങൾ നമ്മളെ വീണ്ടും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കണോ, നമ്മൾ ദേഷ്യപ്പെടാതെ കണ്ട് അവരോട് മാറി നിൽക്കാൻ പറഞ്ഞ് ഭഗവാന്റെ ഓരോ അവയവങ്ങളെക്കുറിച്ച് ധ്യാനിക്കുക. ആദ്യം പാദം, പിന്നെയോ ഓരോ ഭാഗങ്ങളെടുത്ത് കേശാദിപാദം, പാദാദികേശം. കേശത്തിൽ നിന്ന് തുടങ്ങുന്നതായ സമയത്ത് കിരീട മകുടങ്ങളെക്കുറിച്ച് ചിന്തിക്കണം, മകരമണി കുണ്ടലങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. ശ്രീവത്സത്തെക്കുറിച്ച്, കൗസ്തുഭത്തെക്കുറിച്ച്, 4 തൃക്കൈകളിലുള്ളതായ ആ ആഭരണങ്ങളെക്കുറിച്ച്, കേയൂര, അങ്കത, കങ്കണ, അങ്കുലീയ, ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വനമാലയെക്കുറിച്ച്, പാലാഴിയിൽ നിന്ന് കിട്ടിയതായ ഹാരങ്ങൾ, ആ മുത്തുകളെ കൊണ്ടുള്ളതായ ഹാരങ്ങൾ, ആ ഹാരങ്ങളെക്കുറിച്ച്, ആ മഞ്ഞപ്പട്ടിനെക്കുറിച്ച്, അതിൻ്റെ മുകളിൽ കെട്ടിയിരിക്കുന്നതായ മേഖലയെക്കുറിച്ച്, അതിന് ഒടുവിൽ ആ പാദത്തിൽ വരുന്നതായ പാദസരം. അങ്ങനെ കേശാദിപാദം, പാദാദികേശം മനസ്സിലായി വിഷയങ്ങളെ മാറ്റി മാറ്റി നിർത്തണം. ഭൂയക്രമാത് അഭിവിശൻ ഭവദംഗ്രിഭൂതം വൃന്ദാവനം. ഹേ ഗുരുവായൂരപ്പ, അങ്ങയുടെ പാദങ്ങൾ കൊണ്ട് ഭൂതമായ, പരിശുദ്ധമായ, പാവനമായ ആ വൃന്ദാവനം, വൃന്ദാദേവി നന്നായി വളരുന്നതായ വനം, വൃന്ദ തുളസി, ആ വൃന്ദാവനം എങ്ങനെയുള്ളതാണ്? വൃന്ദാവനം ഹരവിരിഞ്ച സുരാഭിവന്ദ്യം. ശിവൻ, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ അവരെല്ലാവരും വന്ന് വന്ദിക്കുന്നതായ ആ വൃന്ദാവനം അത്രത്തോളം പവിത്രമാണ്. ഭഗവാന്റെ പാദങ്ങൾ കൊണ്ട് ആ മണ്ണ്, ഓരോ മണൽത്തരിയും പവിത്രമായി, പാവനമായി ഇരിക്കുന്നു. എപ്പോഴാണോ ആ വൃന്ദാവനത്തിൽ എത്തിയത്, ആനന്ദമഗ്ന, ആനന്ദത്തിൽ മുങ്ങിക്കുളിച്ചു. ആനന്ദമഗ്ന ഇവ ലഗ്ന ഇവ പ്രമോഹേ, പ്രകർഷേണയുള്ളതായ മോഹം. എന്താണ് മോഹം? എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുന്നതാണ് മോഹം. ഇത് കർത്തവ്യത മൂഢത എന്ന് പറയും. ഓരോ സന്ദർഭത്തിലും ഇന്നത് ചെയ്യണം
എന്ന് നമുക്ക് വ്യക്തമായിട്ട് ബുദ്ധിയിൽ തെളിയണം. അത് തെളിയാതിരിക്കുന്നതിനാണ് മോഹം. അതെങ്ങനെ വരുന്നു? മായ മൂലം. മായയുടെ 3 ഗുണങ്ങളാണ് ആ വിധത്തിലാക്കുന്നത്. അപ്പോൾ എപ്പോൾ തമോ ഗുണം വർദ്ധിക്കുന്നു, ആ മോഹം നമ്മളെ ബാധിക്കുന്നു. ഇവിടെ പ്രമോഹം ആണ്, പ്രകർഷേണയുള്ളതായ മോഹമാണ്, വലുതായ മോഹം. ആ മോഹത്തിൽ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ കണ്ട് ഒരു മൂഢനെ പോലെ ആണോ? അതിൻ്റെ നേരെ വിപരീതം ആനന്ദമഗ്നൈവ. ഇവിടെ ആനന്ദത്തിൽ മുങ്ങിക്കുളിച്ചവനെ പോലെ. അധികം പേരും സാധാരണ പ്രമോഹത്തിലാണ് മുങ്ങിക്കുളിക്കുന്നത്. അതേപോലെ ആനന്ദത്തിൽ മുങ്ങിക്കുളിച്ച പോലെ, ലഗ്നനായി, അതിൽ പറ്റിയവനായി. കിം കിം ദശാന്തരം അവാപ, കിം കിം ദശാന്തരം അവാപന, അവാപന പ്രാപിച്ചില്ലേ? ഏതേത് ദശയെ പ്രാപിച്ചില്ല? എല്ലാ ദശകളെയും പ്രാപിച്ചു എന്നർത്ഥം. ആനന്ദത്തിൻ്റെ ആ വിവിധ ദശകൾ. ചെറിയൊരാനന്ദത്തിൽ നിന്ന് മെല്ലെ 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 ഏറ്റവും വലിയ ആനന്ദം, അതാണ് ആനന്ദമഗ്നൻ. ആനന്ദത്തിന് മനസ്സാനന്ദം കൊണ്ട് നിറഞ്ഞു, അതിൽ മുങ്ങിക്കുളിക്കുകയാണ്. ആനന്ദമഗ്നൈവ കിം ദശാന്തരമവാപ. ഏത് അവസ്ഥാഭേദങ്ങളെയാണ് ആ ക്രൂരൻ പ്രാപിക്കാഞ്ഞത്? അനേകം അവസ്ഥാവിശേഷങ്ങളെ പ്രാപിച്ചു. എന്തുകൊണ്ട്? സന്തോഷം അത്രത്തോളം. ആ സന്തോഷം കരകവിഞ്ഞൊഴുകി എന്നർത്ഥം. ഭൂയക്രമാദഭിവിശൻ ഭവതംഗ്രിഭൂതം. എപ്പോഴാണോ അക്രൂരൻ ഭഗവാൻ കളിച്ചു നടന്നതായ ആ മണൽത്തരികൾ ഉള്ളതായ സ്ഥലങ്ങളിൽ എത്തിയത്, വൃന്ദാവനം എന്നു പേരുള്ള തുളസിക്കാട്, തുളസി വനം എന്നും പറയും. ആ തുളസി വനത്തിൽ എപ്പോഴും ഹരനും വിരിഞ്ചനും ഒക്കെ എത്തുന്നതാണ്. ദേവേന്ദ്രൻ ഹരവിരിഞ്ച സുരാഭിവന്ധ്യം. സുരൻ, ഇവിടെ ദേവേന്ദ്രൻ. അവരെല്ലാവരാലും വന്ദിക്കപ്പെട്ടതായ അഭിവന്ധ്യം, നേരിട്ട് വന്ദിക്കപ്പെട്ടതാണ് അഭിവന്ധ്യം. അക്രൂരനെ സംബന്ധിച്ച് അതിൽ വലുതായ ഒരു ആനന്ദമില്ല. ആനന്ദമഗ്നഃ ഇവ. ആനന്ദം കൊണ്ട് മനസ്സ് നിറഞ്ഞു, കവിഞ്ഞു ഒഴുകുകയാണ്. കിം കിം ദശാന്തരമവാപ. ഏതേതവസ്ഥയെ പ്രാപിച്ചു എന്ന് പറയാൻ സാധ്യമല്ല. കിം കിം ദശാന്തരം അവാപന. അനേകം ദശകളിലൂടെ അദ്ദേഹം കടന്നുപോയി. ഇതികർത്തവ്യത മൂഢതയാണ് സാധാരണ. ഇവിടെ താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതായൊരു ചിന്ത വന്നിട്ടുണ്ടാവാം. പക്ഷെ അതും ഭഗവാനെക്കുറിച്ചായതുകൊണ്ട് ദോഷമില്ല. പങ്കജാക്ഷ. പങ്കജം പോലെയുള്ള മനോഹരമായ അക്ഷരങ്ങളോട് കൂടിയവൻ. പങ്കജം ഭഗവാന്റെ എല്ലാ അവയവങ്ങൾക്കും നമ്മൾ ചേർത്ത് പറയുന്നതാണ്. പങ്കജം അല്ലെങ്കിൽ പത്മം. ആര് ഭഗവാനെ കാണുന്നുവോ, കാണുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കണ്ണിലേക്കാണ്. അതാണ് അവരെ ആകർഷിക്കുന്നത്. ആ കണ്ണുകളാണ്. മനോഹരങ്ങളായ ആ കണ്ണുകൾ കണ്ട് ആ ഭക്തജനങ്ങളെല്ലാവരും, ഏത് ഭക്തജനങ്ങൾ? ഹരവിരിഞ്ച സുരാഭിവന്യം. സാധാരണ മനുഷ്യരല്ല, ദേവന്മാർ, ത്രിമൂർത്തികളാണ് ഇവിടെ ആ ഭഗവാന്റെ
ആ നയനങ്ങളിലേക്ക് നോക്കി ആനന്ദം അനുഭവിക്കുന്നത്. ആ ആനന്ദം ഇവിടെ പിതാ അക്രൂരനും അനുഭവിച്ചു.